നമസ്കാരം, ഞാൻ ഡോക്ടർ സുചിത്ര. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പല്ല് തേക്കുന്ന രീതി. പല ആളുകളും പല്ല് തേക്കുന്നത് വളരെ ചിന്തിക്കാതെ വളരെ മോശമായ രീതിയിലാണ് പല്ല് തേക്കാറ്. പല്ല് തേക്കണമല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് പലപ്പോഴും പലരും പല്ല് തേക്കാറ്. ഉരച്ചുരച്ച് കഴുകുന്നവരുണ്ട്, എന്തോ ചകിരിയിട്ടൊക്കെ ഉരയ്ക്കുന്ന മാതിരി ഉരച്ചുരച്ച് കഴുകി വെളുപ്പിക്കുന്നവരുണ്ട് പലരും. അതേമാതിരി തന്നെ തീരെ സമയമില്ലാതെ ഒന്ന് ഓടിച്ചു പോകുന്നവരുണ്ട്. ചിലവരാണെങ്കിൽ മാവില, ഉമിക്കേരി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങളും ഇന്ന് നമുക്ക് പല്ല് തേക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. പല്ല് തേക്കുന്ന രീതി ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെ നഖം മാതിരി വളരാത്തൊരു സാധനമാണ് പല്ല് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് പല്ല് തേക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നഖം വളരുന്ന മാതിരി പല്ല് പൊട്ടിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പല്ലിൻ്റെ എന്തെങ്കിലും തേയ്മാനം വന്നു കഴിഞ്ഞാലോ പല്ല് പിന്നെ തിരിച്ച് നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് അവിടെ വേറെ പല്ല് വെക്കുകയോ അതിൻ്റെ അടവ് കൊടുക്കുകയോ ചെയ്യാനേ കഴിയുള്ളൂ. അപ്പോൾ പല്ല് അങ്ങനത്തെ ഒരു സാധനമാണ് എന്നുള്ള കരുതലോട് കൂടിയിട്ട് വേണം പല്ല് തേക്കാൻ. ചിലവരുണ്ട് 10-15 മിനിറ്റ് എടുത്തിട്ട് ഞാൻ നല്ലപോലെ പല്ല് തേക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നവര്. അവരെയൊക്കെ ഒരു 10-30-40 വയസ്സ് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഈ ഭാഗം മോണയുടെ ഈ ഭാഗത്തായിട്ട് അവിടെ മാത്രമായിട്ട് ഒരു കുഴിഞ്ഞു പോയിട്ടുണ്ടാവും. മോണയും പല്ലുമായിട്ട് കുഴിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലവർക്ക് മോണയിൽ നിന്ന് ചോര വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ പല്ലിൽ പുളിപ്പ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പല്ല് തേക്കുന്നത് ശ്രദ്ധിക്കാത്തത് കാരണം വരുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് ഉമിക്കേരി, മാവിൻ്റെ ഇല, പിന്നെ നീം സ്റ്റിക്കോ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ പല്ല് തേക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷങ്ങളേ ഉള്ളൂ, ഗുണങ്ങളില്ല. പല്ലിനെ കേടുവരുത്താനുള്ള കഴിവുകളെ അതിനുണ്ട്. കാരണം ബ്രഷ് കൊണ്ട് അമിതമായിട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ പല്ലിന് തേയ്മാനം വരുന്നു, പല്ല് ചെത്തി പോകുന്നു. അപ്പോൾ ഈ വക സാധനങ്ങൾ കൊണ്ടൊക്കെ തേച്ചിട്ടുണ്ട് വെച്ചാൽ എന്താ ഉണ്ടാവുക നമ്മളെ പല്ലിന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് പല്ല് തേക്കണം എന്നുണ്ട് വെച്ചാൽ വെറും 3 സെക്കൻഡ് പല്ല് തേച്ചാൽ 10-15 മിനിറ്റ് എടുത്ത് പല്ല് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 സെക്കൻഡ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതി അല്ലെങ്കിൽ ഞങ്ങളെ രീതിയിൽ പല്ല് തേക്കാൻ കഴിയില്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ പല്ല് തേച്ചാൽ തന്നെ 3 സെക്കൻഡ് പല്ല് തേച്ചാൽ തന്നെ നമ്മളെ പല്ല് വൃത്തിയാകും. അപ്പോൾ എന്താണ് ആ രീതി, എങ്ങനത്തെ ബ്രഷാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരുപാട് പേര് ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നവരുണ്ട്. ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചാലാണ് പല്ലുള്ള കറകളും പല്ലുള്ള മോണയിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പോകും എന്ന് തെറ്റായി ധരിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. സോഫ്റ്റ് ടു മീഡിയം ബ്രഷുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നത് പോരാ, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രഷറും കൂടി കൂടിയിട്ടുണ്ട് വെച്ചാൽ നമ്മളെ പല്ലുകൾക്ക് തേയ്മാനവും പൊട്ടലുകളും പിന്നെ പുളിപ്പും വേദനയും എല്ലാം വരികയുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി 3 സെക്കൻഡുള്ള പല്ല് തേക്കുക. അപ്പം ഞാൻ പല്ല് തേക്കുന്ന രീതി എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ലാസ്റ്റ് നമ്മൾ 3 പല്ലുകൾ എടുക്കുക. 3 പല്ലൊന്നും എടുക്കാൻ കഴിയില്ല, എന്നാലും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് കുറച്ച് ചെരിച്ച് പിടിക്കുക. 45 ഡിഗ്രി എന്നാണ് പറയുക, പക്ഷെ എന്നാലും നിങ്ങൾ കുറച്ച് ചെരിച്ച് പിടിക്കുക. എന്നിട്ട് റൊട്ടേഷൻ മോഷനിൽ തേക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. റൊട്ടേഷൻ അതേമാതിരി ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് അതേമാതിരി തന്നെ ചെയ്യാവുന്നതാണ്. ചെരിച്ച് പിടിച്ചതിന് ശേഷം റൊട്ടേഷൻ. ഉള്ളിലും അതേമാതിരി തന്നെ ചെയ്യാം. അതേമാതിരി ഈ ഭാഗത്തെല്ലാം നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അതേമാതിരി തന്നെയാണ് ഇതിപ്പം താഴത്തെ കാസ്റ്റിൻ്റെ കയ്യിലില്ല, താഴത്തെ പല്ലുകളാണ് വെച്ചാൽ നമുക്ക് ഇങ്ങനെയും അതേമാതിരി 3 പല്ലെടുക്കുക. ചെരിച്ച് പിടിക്കുക. 45 ഡിഗ്രി ഇങ്ങനെ റൊട്ടേഷൻ. ഇങ്ങനെ പല്ല് തേക്കുന്നതിലൂടെയാണ് നമ്മളെ മോണയ്ക്കൊരു മസാജും മോണയുടെ ഇടയിലുള്ളതും അതേമാതിരി തന്നെ പല്ലിൻ്റെ ഇടകളിൽ പോയിരിക്കുന്ന എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വരിക. അല്ലാതെ അമർത്തി പല്ല് തേക്കുന്നതിലൂടെ മോണയ്ക്കും പ്രശ്നങ്ങൾ വരും, മോണ കയറ്റം വരും, പല്ലിന് പുളിപ്പ് വരും, മോണ ഭാഗത്തെ പല്ല് പോകും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല്ലിന് വേദന വരും, കാലക്രമേണ പല്ലിന് വേദന വരും. അപ്പോൾ ബ്രഷിങ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
എന്തൊക്കെയോ രാവിലെ എണീറ്റിട്ട് സമയമില്ലാത്ത നേരത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്. കാരണം സമയമില്ലാച്ച 3 സെക്കൻഡ് മതിയല്ലോ, 3 സെക്കൻഡ് മതി നമുക്ക് പല്ല് തേക്കാൻ. അപ്പം ആ 3 സെക്കൻഡ് വളരെ കൃത്യമായിട്ട് വൃത്തിയോട് കൂടിയിട്ട് പല്ല് തേക്കാൻ ശ്രമിക്കുക. പല്ലിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കുക, ഞങ്ങളെ വിസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക.